ഒന്ന് ചവച്ചിറക്ക ചങ്ങാതി, അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കും. ഇങ്ങനത്തെ 50 എണ്ണം ഒന്നിച്ച് പിരിഞ്ഞാൽ ഈ അയ്യപ്പന് ദഹിക്കും. നല്ല കപ്പാസിറ്റി ഉള്ള വിലയാ എന്റെ ഈ വയറിനകത്ത്. അളയും കാര്യം പറ. പാപി ചെല്ലുന്നടം പാതാളെന്ന് പറഞ്ഞല്ലേ ഈ കാര്യങ്ങള്. എന്തെങ്കിലും 4 ചക്രം കിട്ടുന്ന വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാ. അപ്പോഴല്ലേ കാലം വന്ന് അമ്മായിപ്പനെ പൊക്കിക്കൊണ്ട് പോയത്. ഓട്ടട മുകുന്ദ, ആ നക്കാപ്പിച്ച് കാശ് കിട്ടിയാ നമുക്ക് 4 ദിവസം മിനുങ്ങാൻ പറ്റില്ല. അയ്യപ്പനത് പറയരുത്. അയ്യപ്പനത് പറഞ്ഞാൽ അയ്യപ്പനാണ് സത്യം. അയ്യപ്പനെ ഞാൻ തല്ലും. അത് അയ്യപ്പൻ മനസ്സിലാക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ അയ്യപ്പ? നീ എന്റെ ചങ്ങാതിയാ. അപ്പൊ പിന്നെ എന്തും പറയാം, എന്തും ചെയ്യാം. അതിലെനിക്കൊരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുടിക്കും. അത് നമ്മൾ അധ്വാനിച്ചിട്ടാ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാ. അതിലാരെങ്കിലും എതിരെ നിന്നാലുണ്ടല്ല കൊല്ലും ഞാനവിടെ. അളിയും ചതിക്കരുത്. ഇത് വീട്ടിലേക്ക് പിള്ളേർക്കുള്ള കുറച്ച് ബേക്കറി സാധനങ്ങളാണ്. എത്ര ഫിറ്റായാലും ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്റെ പിള്ളേരുടെ മോന്ത കാണുമ്പോ എനിക്ക് അറിയാണ്ട് സങ്കടം വരും. പോലീസുകാർ ശവത്തിന് കാവല് നിൽക്കണ പോലെ എന്റെ ഭാര്യയും മക്കളും എന്നെ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് പോകാൻ മോന്ത. ഞാൻ എങ്ങോട്ട് പോവാൻ? എന്റെ ഭാര്യയും മക്കളും അവിടെയാ. എന്നൊരു പണി, ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാം. വേണ്ട, ശരിയാവില്ല. മൂന്തം കുടിച്ചാ ഒന്നെങ്കിൽ എന്റെ കൂരെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഫുട്പാത്തിൽ കിടക്കും. ഏതായാലും വീണണം വിഷ്ണു ലോക. നിനക്ക് അങ്ങനെ ഇരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ മക്കളെയും കണ്ട് എന്റെ സുന്ദരിയായ ഭാര്യയുടെ വായിലിരിക്കണ 4 ചീത്തയും കേട്ട് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാലും എനിക്ക് തൃപ്തിയാവും. എന്നാ വീട്ടിൽ ചെന്ന് ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഗുഡ് നൈറ്റ്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് തീർക്കണേ. മുട്ട വേണ്ട, അങ്ങോട്ട് പോട്ടെ. ഞാൻ ഇന്നലെ ടൗണിൽ വെച്ച് എന്റെ അച്ഛൻ്റെ ഓഫീസിലെ MD കണ്ടിരുന്നു. അച്ഛന്റെ വേക്കൻസി അവിടെ എപ്പോഴും ഒഴിഞ്ഞെടുക്കുക. മറ്റാരെങ്കിലും കയറി പറ്റുന്നതിന് മുമ്പ് മോള് പോയി ജോയിൻ ചെയ്യണം. അവരെപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയില് മോൾ ആ ജോലിയിൽ പ്രവേശിക്കുന്നത് നല്ലതാ. എന്താ നീ ആലോചിക്കുന്നത്? അമ്മയുടെ ഈ അവസ്ഥയിൽ അതൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. അമ്മയെ നോക്കാൻ തൽക്കാലം ബിന്ദു കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ചുമാമന് പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ മോളിഷ്ടം പോലെ. ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ. അഖിലേ, എന്താ മോളെ എടുത്തേ? ഇരിക്കൂ. അഖില കമ്പ്യൂട്ടർ പഠിത്തം നിർത്തിയല്ലേ? അത് വേണ്ടായിരുന്നു. ഈ ജോലി എപ്പോ വേണമെങ്കിലും തുടങ്ങാമായിരുന്നല്ലോ. പഠിക്കാൻ പോയാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുഴയും സർ. ശേഖരേട്ടൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. ആത്മാർത്ഥത കൊണ്ടും തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അഖിലയ്ക്ക് മനസ്സിലായോ? അഖിലയിൽ നിന്നും ഞാൻ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി. എന്താ സർ? സ്റ്റെല്ല, ഇത് അഖില നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ പുതുതായി ചാർജ് എടുക്കുന്നു. ശേഖരേട്ടന്റെ മകളാ. എനിക്കറിയാം സർ. എന്നാൽ അഖിലയുടെ സീറ്റ് കാണിച്ചു കൊടുക്കൂ. ഓക്കെ സർ, വരൂ. നമസ്കാരം. നമസ്കാരം. അമ്മയ്ക്ക് അസുഖം കുറവുണ്ടോ? ഉണ്ട്. ആ, വരൂ. ഇതാണ് അഖിലയുടെ സീറ്റ്. ഇരുന്നോളൂ. നമസ്കാരം മോളെ. നമസ്കാരം. അഖിലയ്ക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും രമണേട്ടനോട് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്ട്രോങ് ചായ ചോദിച്ചാ ലൈറ്റ് ചായ രമണേട്ടൻ തരൂ. ചേച്ചി ചായ. ആശ ഉറങ്ങിയോ? അവളുറങ്ങി. മോളിൽ ചെന്ന് കിടന്നോ?
ചേച്ചി ഇനി എപ്പോഴാ വരിക? 1-2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ദേ സമയം കളയണ്ട. ഓ 9:15 ഇപ്പൊ പോയ കാർത്തിക കിട്ടും. കേറിക്കോ, ഞാൻ കൊണ്ടുപോയിടാം. നോക്കി പേടിപ്പിക്കല്ലോ വെച്ചേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എന്നെ ശല്യപ്പെടുത്തരുതെന്ന്. ഇഷ്ടം കൊണ്ടല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എന്റെ മോഹാ നീ. ഒരു പെണ്ണിനെ പോറ്റാനുള്ള വകയൊക്കെ എനിക്കുണ്ട്. ആ അങ്ങനെ പോയാലോ? എക്സ്പോർട്ടിംഗ് അക്കൗണ്ട് ഫയൽ. ആ രമണേട്ടാ, എനിക്ക് കഴിഞ്ഞ മാസത്തെ ഫയൽ കൂടി വേണം. ആ തോമസ് ചേട്ടാ, ആ ബോംബെ കമ്പനിയുടെ റിപ്ലൈ കിട്ടിയോ? കിട്ടിയില്ല, വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ശരി. എന്തു പറ്റി? ഒന്നുമില്ല. ഇതാരുടെ ബൈക്ക്? കൂട്ടുകാരന്റെ. എന്തിനാ നിനക്കിപ്പോ ബൈക്ക്? വെറുതെ 2 ദിവസം ഓടിച്ചോളം പറഞ്ഞു. എന്നിട്ട് ഓടിച്ചോ? ഇല്ല, ഇന്നാ കിട്ടിയത്. ഓ, അപ്പൊ നാളെ മുതൽ ഓട്ടം തുടങ്ങും. അവളുണ്ടാവോ? ആര്? ഇന്ന് പുറകിലിരുന്ന പെണ്ണ്. പെണ്ണോ? അതെ, ഇന്ന് നിന്നോടൊപ്പം കറങ്ങി നടന്ന പെണ്ണ്. ഏതാ അവള്? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ഞാൻ കെട്ടാൻ പോണ പെണ്ണാ. അപ്പൊ കല്യാണവും തീരുമാനിച്ചോ? ഇനി ആരാന്റെ ബൈക്ക് നീ ഓടിക്കണ്ട. ഇതുമായി ഞാൻ നിന്നെ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഓടിക്കും. അതെന്റെ ഇഷ്ടാ. നിങ്ങൾ വാങ്ങി തന്നൊന്നുമല്ലല്ലോ. എന്നാ അധികം സംസാരിക്കണ്ട. നീ എന്താ പറഞ്ഞത്? ഞാൻ നഴ്സറി പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. നിങ്ങൾ പറയും പോലെ കേൾക്കാൻ. എനിക്കുണ്ട് വിചാരവും വികാരവും പ്രേമൊക്കെ. രമേശ, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ബൈക്കിലോ കാറിലോ ഇരുത്തി പോവും. അതെന്റെ ഇഷ്ടാ. എന്നെ ആരും ഉപദേശിക്കാൻ നോക്കണ്ട. അങ്ങനെ ഉപദേശിക്കാൻ നന്നാക്കാനോട് ഭാവമെങ്കിൽ ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്ക്. നീ പൊയ്ക്കോ, ഇഷ്ടമുള്ളവരുടെ കൂടെ. പക്ഷെ നിന്റെ താഴെ 2 ഉള്ള കാര്യം നീ മറക്കണ്ട. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഒരു ഓട്ടോക്കാരന്റെ കൂടെ, അതിന് കുഴപ്പമൊന്നുമില്ലേ? നിങ്ങൾ കാരണം ഇവരുടെ ഭാവി കൂടി നശിക്കും. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കും. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പാവ ഇവരെ വെട്ടികളാവാതിരുന്ന മതി. എന്താ പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ എന്റെ ഭാവി പോലും നോക്കാതെ ഈ കുടുംബത്തെ ഇത്രയും നാളെ ഞാൻ നോക്കിയത്? ഞങ്ങളെ നോക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാവി നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരാരെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായില്ല, അതുകൊണ്ട് നോക്കിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് ഞാൻ വിവാഹം കഴിക്കും. എന്റെ ഭാവി എനിക്ക് നോക്കണം. അത് സ്പോയിൽ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. എന്താ രാജാ? നമ്മുടെ കൊല്ലിൽ അയ്യപ്പൻ മരിച്ചു. എന്റെ ഈശ്വര.
എന്തൊക്കെ ആണെങ്കിലും അയ്യപ്പൻ നല്ലവനായിരുന്നു. ഭാര്യയും മക്കളെ അയാൾക്ക് ജീവനായിരുന്നു. അവരുടെ സ്ഥിതി ഓർക്കുമ്പോഴാ ഇനി അവര് തെരുവിൽ ഇറങ്ങിയത് തന്നെ. വിധി അല്ലാതെ എന്ത് പറയാൻ. ഇന്നലെ നല്ല ഫിറ്റായിരുന്നു. കൂട്ടുകെട്ടാ ഇയാളെ വഷളാക്കിയത്. കുടിച്ചിട്ട് കരള് കത്തി തീർന്നതാവും. ഇനി ആ കുട്ടികളുടെ സ്ഥിതി എന്താവും? സ്വന്തം വീട് പോലും ഇല്ല. നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? മുകുന്ദൻ അറിയാമോ, നമ്മൾ എത്ര കൊല്ലോ ഈ കള്ളൂട് തുടങ്ങിയിട്ട്? വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. കഴിഞ്ഞ ഓണത്തിന് മുകുന്ദൻ കുടിച്ച് ലക്കില്ലാണ്ട് ഷാപ്പിൽ കിടന്നപ്പോ ഈ കൈ കൊണ്ടാ ചുമന്ന് വീട്ടിൽ കൊണ്ടാക്കിയത്. കാരണം എന്താണെന്നറിയാമോ? ഒരു കുടിയനെ ഇഷ്ടമല്ല. അയ്യപ്പനെ എനിക്കും ഇഷ്ടാ. എന്റെ ഭാര്യയെക്കാളും ഞാൻ അയ്യപ്പനെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു. ഐ ലവ് യു. ആ വക സ്നേഹമൊന്നും ഈ അയ്യപ്പന് ശരിയാവൂല. എല്ലാ ഭാര്യമാരും പാവടാ, വെറും പാവം. അവരെ നമ്മൾ പട്ടിണി കിടാൻ പാടില്ല. പണിയെടുത്ത് മിച്ചം വരുന്ന കാശ് കൊണ്ടേ നമ്മൾ മദ്യപിക്കാവൂ. പക്ഷെ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മറക്കൂടാ. അളിയും മറക്കൂ. എനിക്ക് എല്ലാം ഓർമ്മ വരും. അപ്പോഴേ ഞാൻ കാലിനാവണേ. ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, അളിയന് വിഷമമോ? ഇല്ല, പറ. നമ്മൾ ജീവിക്കുന്നിടത്തോളം ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് കുടിക്കണം, മരിക്കുമ്പോഴും ഒരുമിച്ച് മരിക്കണം. അതും അളിയനെ കെട്ടിപ്പിടിച്ചോണ്ട് മരിക്കണം. ഞാൻ മരിക്കുന്ന എന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോഴാണെങ്കിലോ? ഞാൻ കെട്ടിപ്പിടിക്കും അളിയനെ. ആ കൂട്ടുകെട്ടാ ഇയാളെ വഷളാക്കിയത്. കുടിച്ചിട്ട് കരള് കത്തി തീർന്നതാ.